ശ്രീ അഡ്വക്കേറ്റ് അനിൽ, ഇതിലിപ്പോൾ ഈ പറയുന്നത് പോലെ എല്ലാ സമുദായങ്ങളിലും തെറ്റായ പ്രവണതകൾ നിലനിൽക്കുന്നുണ്ട്. ശാസ്ത്രീയ അടിത്തറകൾ ഇല്ലാത്ത പല പ്രവൃത്തിയെയും പിന്തുണയ്ക്കുന്നുണ്ട്. ഈ വിഷയം ന്യൂസ് 18 പ്രത്യേകമായി ചർച്ച ചെയ്യപ്പെടാൻ ഇപ്പോൾ കേരളത്തിൽ ഇസ്ലാം മതവിഭാഗത്തിൽ മാത്രമൊന്നുമല്ല കുടുംബങ്ങളിൽ പ്രസവം നടക്കുന്നത് എന്നത് നമുക്കറിയാം. പലപ്പോഴായി ഇപ്പോൾ വാഹനത്തിൽ വെച്ച് പ്രസവിച്ച സാഹചര്യമുണ്ട്, KSRTC ബസ്സിൽ വെച്ച് പ്രസവിക്കുന്ന സാഹചര്യമുണ്ട്, ആദിവാസി ഊരുകളിൽ പലരും ഇപ്പോഴും വീടുകളിൽ പ്രസവിക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷേ അതൊക്കെ വ്യത്യസ്തമായ സാഹചര്യമാണ്. അതായത് ഒരു ഗർഭിണിയായ സ്ത്രീക്ക് ഒരു കാരണവശാലും നിങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും ചികിത്സ നൽകരുത്, നിങ്ങൾ ഡോക്ടറെ കാണാൻ പോകരുത് എന്നൊരു സാഹചര്യമല്ല അത്. ഇപ്പോൾ ആദിവാസി ഊരുകളിൽ കുട്ടികൾക്ക് പോഷകാഹാരക്കുറവൊക്കെ ഉണ്ടാകുന്നത് അവർക്ക് അതിനുള്ള സാഹചര്യമില്ല, അവരുടെ ജീവിത രീതി ഇതാണ് എന്നതുകൊണ്ടാണ്. എന്നാൽ ഉന്നത ജീവിത നിലവാരം പുലർത്തുന്നവരെ അടക്കം ബ്രെയിൻ വാഷ് ചെയ്യിക്കുന്ന തരത്തിലേക്ക് പ്രസംഗങ്ങൾ പോകുന്നു. ഞങ്ങൾ ഈ ചിത്രം ഇപ്പോൾ ഈ ചർച്ച നടക്കുമ്പോൾ ഒരു ഭാഗത്ത് പങ്കുവെക്കുന്ന ദൃശ്യങ്ങളിൽ വീട്ടിൽ പ്രസവിച്ച സ്ത്രീകളെ ആദരിക്കുന്ന ചടങ്ങ് സംഘടിപ്പിക്കുന്നു. ഇതൊക്കെയാണ് കേരളത്തിൽ നടക്കുന്നത്. അതൊരു വിഭാഗത്തിലായതുകൊണ്ട് തന്നെ ആ വിഭാഗത്തെക്കുറിച്ച് ഞങ്ങൾ പറയുക തന്നെ ചെയ്യും. അത് മതപരമായ വിഷയം എന്ന നിലയിലല്ല ഞങ്ങൾ കാണുന്നത്, സാമൂഹികമായ ഒരു വിഷയം എന്ന നിലയിലാണ്. ഇതേത് കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരാണ് ഇങ്ങനെ സംഘടിപ്പിക്കുന്നത് എങ്കിലും അത് ചർച്ച ചെയ്യുകയും ചെയ്യും. ഇവിടെ ഈ തരം വിഷയങ്ങൾ ഉയർന്നു വരുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ, മുഖ്യധാര യുവജന സംഘടനകൾ, വനിതാ പ്രസ്ഥാനങ്ങളൊന്നും വാ തുറക്കുന്നില്ല. അതിന്റെ കാരണം എന്ത് എന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? ഈ ചർച്ചയിലെ വിഷയം അല്ലെങ്കിൽ ചർച്ചയ്ക്ക് കൊടുത്തിരിക്കുന്ന തലക്കെട്ട് തന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. വീട്ടിലെ പ്രസവം രാഷ്ട്രീയ പാർട്ടികൾ പ്രതികരിക്കാത്തത് മതത്തെ ഭയന്നു. ആ മതം എന്ന് പറയുന്ന വാക്ക് ജനറലൈസ് ചെയ്ത് ഉപയോഗിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും എന്റെ വ്യക്തിപരമായ അഭിപ്രായം ആ മതത്തെ എന്ന് മാറ്റിയിട്ട് ഇസ്ലാമിനെ ഭയന്ന് എന്ന് തന്നെയായിരുന്നു ആക്കേണ്ടിയിരുന്നത്. അല്ല, എല്ലാ ഇസ്ലാമിസ്റ്റുകളും അല്ലെങ്കിൽ ഇസ്ലാം മത വിഭാഗത്തിൽപ്പെട്ട താങ്കൾക്കറിയാമല്ലോ. അല്ല, ഞാൻ താങ്കളോട് വ്യക്തത വരുത്തട്ടെ. അതായത് കേരളത്തിൽ ഇസ്ലാമിന്റെ ജനത, ഇസ്ലാമിക ജനത എത്രയുണ്ട് എന്ന് താങ്കൾക്ക് ബോധ്യമുണ്ടാകും. അതിൽ ഭൂരിപക്ഷവും ഇവ ആശുപത്രികളിൽ പോയി കൃത്യമായി ചികിത്സിച്ച് പ്രസവം നടത്തുന്ന കുടുംബങ്ങളാണ്. ഇതൊരു ചെറിയ ശതമാനമാണ്, പക്ഷെ ആ ശതമാനം എന്നത് ആ വിഭാഗത്തിലാണ്. അത് ഒരു പ്രത്യേക മതമാണ് ഇപ്പോൾ കൂടുതൽ ആളുകൾ ഇങ്ങനെ പ്രസവിക്കുന്നത്. അത് മറ്റൊരു മതമാണെങ്കിലും ആ മതത്തെക്കുറിച്ച് തന്നെ പറയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മതം എന്ന് നൽകുന്നത്. ഈ വിഷയത്തിന് രണ്ട് കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതുണ്ട്. ഒന്ന് ഭയം, ഒന്ന് പ്രീണനം. ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കേരളത്തിലെ മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്ന BJP ഒഴികെയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും പ്രതികരിച്ചിട്ടില്ല എന്ന് പറയുന്ന കുറ്റകരമായ മൗനമുണ്ട്. അതൊരു വലിയ ക്രിമിനൽ ആയിട്ടുള്ള ഒരു ഒഫൻസ് ആയിട്ട് തന്നെ നമുക്ക് അതിനെ കാണാൻ സാധിക്കും. കാരണം നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. എല്ലാ കാലത്തും കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് ഇടതു മുന്നണിയും വലതു മുന്നണിയും ഒക്കെ തന്നെ കേരള രാഷ്ട്രീയത്തിലെ ഈ ഏറ്റവും വലിയ പിന്തുണ പ്രതീക്ഷിക്കുന്നത് ഇസ്ലാമിക വിഭാഗത്തിൽ നിന്ന് തന്നെയാണ്. ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ വിഭാഗത്തിലുള്ള ആൾക്കാർ ആരും തന്നെ ഈ ചർച്ചയിൽ വരാതിരിക്കുന്നത് എന്നുള്ളതാണ് വളരെ വ്യക്തമായ ഉത്തരമായിട്ട് എനിക്ക് പറയാൻ സാധിക്കുന്നത്. നമ്മൾ ഈ പ്രസവവുമായി ബന്ധപ്പെട്ട ഒരു കണക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. 2 വർഷങ്ങൾക്ക് മുമ്പ് കേരള നിയമസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായ V ശിവൻകുട്ടി 1ാം ക്ലാസ്സിൽ എയ്ഡഡ് അൺഎയ്ഡഡ് റെക്കഗ്നൈസ്ഡ് സ്കൂളുകളിൽ അഡ്മിഷൻ എടുത്ത കുട്ടികളുടെ എണ്ണത്തിനെ പറ്റി ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. 3,03,168 കുട്ടികളാണ് 2 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ 1ാം ക്ലാസ്സിൽ പ്രവേശനം നേടിയത്. അത് അദ്ദേഹം ജില്ല തിരിച്ച് അത് സൂചിപ്പിക്കുകയുണ്ടായി. ഏകദേശം അതിനകത്ത് 68,518 കുട്ടികളും മലപ്പുറം എന്ന് പറയുന്ന ഒരു ജില്ലയിലായിരുന്നു ജനിച്ചത് എന്നുള്ള കണക്ക് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ 1ാം ക്ലാസ്സിൽ അഡ്മിഷൻ എടുത്ത കുട്ടികളുടെ 25% ഒരു പർട്ടിക്കുലർ ജില്ലയിലാണ് ജനിച്ചത് എന്ന് പറയുന്നതിന്റെ പിന്നിലെ രാഷ്ട്രീയം തന്നെയാണ് ഈ വിഷയത്തില് ഈ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ മൗനത്തിന് പിന്നിലുള്ളത്. 2 വർഷം മുമ്പ് 5 വയസ്സ് മാത്രം ഉണ്ടായിരുന്ന ഒരു കുട്ടി 13 വർഷങ്ങൾക്ക് ശേഷം ഒരു പ്രായപൂർത്തി വോട്ടവകാശമുള്ള ഒരു യുവാവായി മാറുമ്പോൾ കേരളത്തിലെ 25% വോട്ടർമാരും ഒരു പർട്ടിക്കുലർ ജില്ലയിൽ നിന്ന് ഏകദേശം ഒരു പർട്ടിക്കുലർ മഹാഭൂരിപക്ഷവും ഒരു പർട്ടിക്കുലർ സമുദായത്തിൽ നിന്ന് വരും എന്നുള്ള കാഴ്ചപ്പാടിനെ ഈ കേരളത്തിലെ CPM-ഉം കേരളത്തിലെ കോൺഗ്രസും ഭയക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് വ്യക്തമായ സന്ദേശം. അത് മറ്റൊരു വിഷയമല്ലേ അഡ്വക്കേറ്റ് അനിൽ? അതായത് കുട്ടികളെ, അതൊക്കെ ഓരോ കുടുംബത്തിന്റെയും വ്യക്തിപരമായ വിഷയം എന്നുള്ളതാണ്. ഇവിടെ പക്ഷെ ഒരു ജീവന്റെ വിലയാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്. ഒരു കാര്യം ഓർക്കണം, കുറെ വർഷങ്ങൾക്ക് മുമ്പ് സന്തോഷ് മാധവൻ എന്ന് പറയുന്ന ഒരു സ്വാമി, വ്യാജനോ നല്ലവനോ എന്തുമായിക്കൊള്ളട്ടെ, അദ്ദേഹത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കേരളത്തിലെ DYFIയും യൂത്ത് കോൺഗ്രസും കേരളത്തിലെ എത്രയോ ആശ്രമങ്ങളാണ് തല്ലി തകർത്തത്.
എന്തായിരുന്നു കാരണം? ഹിന്ദുവിന്റെ ആരാധനാലയങ്ങളെ ഇതിന്റെ മറവിൽ നശിപ്പിക്കാനുള്ള ആസൂത്രിതമായ ശ്രമമാണ് ഈ കേരളത്തിലെ രണ്ട് പ്രബല യുവജന സംഘടനകളായ ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും കാണിച്ചത്. പക്ഷേ ഈ വിഷയത്തില് വീട്ടിലെ പ്രസവം എന്ന് പറയുന്ന അതിഗുരുതരമായ ഈ ഒരു സാമൂഹ്യ പ്രതിസന്ധിയെ ഈ രണ്ട് ശക്തികളും എങ്ങനെയാണ് നേരിട്ടെന്ന് നോക്കുമ്പോൾ അവർക്ക് പേടിയാണ്, അവർക്ക് ഭയമാണ്. ആരെയാണ്? സംഘടിത ന്യൂനപക്ഷത്തിന്റെ വോട്ടിനെ അവർ ഭയക്കുന്നുണ്ട് എന്നുള്ള ഒറ്റ കാരണത്താലാണ്. താങ്കൾ അതിന്റെ ഇൻട്രോയിൽ പറഞ്ഞു, ഞാൻ CPM-ന്റെ പ്രതിനിധിയെ വിളിച്ചു, കോൺഗ്രസിന്റെ പ്രതിനിധിയെ വിളിച്ചു, എന്തേ അവർ വരാത്തത്? എന്താണ് അവർക്ക് പേടി? ജയരാജ് പങ്കെടുത്തപ്പോഴും അദ്ദേഹം ബാലൻസ് ചെയ്യുന്ന ഉത്തരങ്ങളാണ് പറഞ്ഞത്. ഉടനെ അദ്ദേഹം മൂത്രത്തിലേക്ക് പോയി, പെന്തക്കോസുകാരുടെ കൈകൊട്ടിയുള്ള പ്രാർത്ഥനയിലേക്ക് പോയി. ഇത് തെറ്റാണെന്നും ഇത് ഇസ്ലാമിലെ മതപണ്ഡിതന്മാർ മാത്രമാണ്, ഒരു ഹിന്ദു മതപണ്ഡിതൻ പോലും, ഒരു ക്രൈസ്തവ മതപണ്ഡിതൻ പോലും കേരളത്തിൽ ഇപ്രകാരം ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ടോ? ഏതെങ്കിലും വീട്ടിൽ പ്രസവിക്കണമെന്ന് ഏതെങ്കിലും ഒരു സന്യാസി വരൻ പറഞ്ഞ ഒരു പ്രസംഗം ഒന്ന് കാണിച്ചു തരാൻ സാധിക്കുമോ? ഒരു ഹിന്ദു സമുദായ സംഘടനാ നേതാവ് പറഞ്ഞതായിട്ട് കാണിക്കാൻ സാധിക്കുമോ? യൂട്യൂബ് നോക്കുകയാണെങ്കിൽ നൂറുകണക്കിന് ഇസ്ലാമിക പണ്ഡിതന്മാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തികള് വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത്. ആന പ്രസവിക്കുന്നു, ആട് പ്രസവിക്കുന്നു, ഇതൊക്കെയാണ് 4 കാലിൽ കഴിയുന്ന മരണപ്പെട്ട സ്ത്രീയുടെ താരതമ്യം ചെയ്തുകൊണ്ട് പ്രസംഗിക്കുന്നു. ഇത് തെറ്റായ നടപടിയാണ്, രാഷ്ട്രീയമാണ്. നിലമ്പൂർ തെരഞ്ഞെടുപ്പുണ്ട്. അതിന്റെ കൂടെ തന്നെ ഈ ഏകദേശം ഒരു 15 വർഷക്കാലം 1 or 2 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഉണ്ടാകാൻ പോകുന്ന വലിയൊരു മാറ്റത്തിനെ ഈ ഇടതു മുന്നണിയും വലതു മുന്നണിയും ഭയക്കുന്നുണ്ട് എന്നുള്ള കാരണത്താലാണ് ഈ ചർച്ചയിൽ അവർ മിണ്ടാതെ ഒരു വലിയ നിശബ്ദത കാണിക്കുന്നത്. അവർക്ക് പേടിയാണ്, ഭയമാണ്. അവർ ഇനിയും ഇത്തരത്തിലുള്ള ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണെങ്കിൽ അവർ ശക്തമായി പ്രതികരിക്കും. അതിനെതിരെ ഞാൻ ഒരിക്കലും പറയത്തില്ല ഹിന്ദു മതം എല്ലാ കാലത്തും ഓരോരോ പ്രശ്നങ്ങളെ നേരിട്ടിട്ടുണ്ട്. പക്ഷെ ഹിന്ദു മതത്തിന് വലിയൊരു മഹത്വമുണ്ട്. എല്ലാ കാലത്തും സ്വയം നവീകരണത്തിന് വിധേയമായ നിത്യനൂതനമായിട്ടുള്ളൊരു മതസംഹിതയാണ് ഹിന്ദു മതം. സതി എന്ന് പറയുന്ന ധാരാളം അനാചാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെയൊക്കെ അതാത് കാലത്തുള്ള പണ്ഡിതന്മാർ ഇല്ലാതാക്കാനുള്ള ശ്രമവും നടത്തിയിട്ടുണ്ട് എന്നുള്ള കാരണത്താലാണ്. തീർച്ചയായും നമ്മൾ അത്തരം ചരിത്രങ്ങൾ പരിശോധിച്ച് കൂടുതൽ സമയം ചെലവാക്കാനില്ലാത്തത് കൊണ്ടാണ്. ഒപ്പം ഡോക്ടർ അനുപമ ഈ ചർച്ചയുടെ ഭാഗമാകുന്നുണ്ട്. അവരിലേക്ക് ഇതിന്റെ രാഷ്ട്രീയം ഒരു തരത്തിലും ചർച്ച ചെയ്യപ്പെടേണ്ടതില്ല. അവർ നേരത്തെ ഡോക്ടർ ജയരാജ് തന്നെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, യൂറോപ്യൻ രാജ്യങ്ങളിലടക്കം ഈ പ്രസവമൊക്കെ വീട്ടിൽ നടക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന്. ഞാൻ വായിച്ച് മനസ്സിലാക്കുന്നിടത്തോളം അത് അവിടുത്തെ ടെക്നോളജിയുടെ കൂടി മികവ് കൊണ്ടാണ്. ഒരു സ്വകാര്യ ആശുപത്രിയിൽ ലഭിക്കുന്ന സൗകര്യങ്ങൾ അവിടെ ഒരു വീട്ടിൽ ഒരുക്കി കൊടുക്കാൻ അവിടെ സാധിക്കുന്നത് കൊണ്ടാണ് എന്നാണത് മനസ്സിലാക്കുന്നത്.